അജണ്ട നിശ്ചയിക്കുന്നത് UDF അല്ല. അജണ്ട നിശ്ചയിക്കുന്നത് UDFന്റെ ഈ ഉപദേശകരുണ്ടല്ലോ, എന്താ ഒരു പേരില്ലേ, അനുകൂലി, അങ്ങനെയുള്ളവരാണ് ഈ അജണ്ട നിശ്ചയിച്ചു കൊടുക്കുന്നത്. അവരുടെ ഉപദേശമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുടെ പെരുമഴ ഉണ്ടാക്കണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാൻ നല്ല അവസരം അവർക്കുണ്ടായിരുന്നില്ലേ അസംബ്ലിയിൽ? ഈ കഴിഞ്ഞ അസംബ്ലി, നമ്മുടെ നിയമസഭാ സമ്മേളനം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്നൊരു കാര്യമല്ലേ? അതിനകത്തല്ലേ ഈ പറയുന്ന എല്ലാം ഉന്നയിക്കേണ്ടത്? ഒരക്ഷരം സംസാരിച്ചു. അവിടെ നയപ്രഖ്യാപനത്തെ പറ്റി 3 ദിവസം സംസാരിക്കുക, നമ്മുടെ ബജറ്റിനെ കുറിച്ച് 3 ദിവസം സംസാരിക്കുക, ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറായി. അവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കായിരുന്നല്ലോ, മന്ത്രിമാർക്കൊക്കെ എതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു. സാധാരണ പ്രതിപക്ഷം എടുക്കുന്നൊരു അവകാശമല്ലേ ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കൽ. അവിശ്വാസം പാസ്സാകുന്നില്ല, എന്നാലും ഒരു അവസരമാണല്ലോ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിനെതിരായിട്ട് പറയാൻ. ഭരണകക്ഷി അങ്ങനെ എരിവരി കൊള്ളിക്കാൻ പറ്റുന്നൊരു അവസരമല്ലേ, എന്തേ ഉപയോഗിക്കാതിരുന്നത്? എന്താ അവരാരും അതിനകത്ത് തയ്യാറാകാതിരുന്നത്? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. അവര് ഇത്തരം വേദികളിൽ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാൻ തയ്യാറല്ല. കാരണം കിട്ടുന്ന മറുപടി കനത്തതായിരിക്കും. വസ്തുതകളാണ് പറയുക. അത് കേട്ട് അവരാണ് എരിവരി കൊള്ളേണ്ടി വരിക. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഒളിച്ചോടാൻ തയ്യാറായത്. ഇവിടെ ഈ പാലക്കാട് മണ്ഡലത്തില് ഞങ്ങള് നല്ല രീതിയിൽ വിജയിക്കാനാണ് പോകുന്നത്. നല്ല സ്വീകാര്യത ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ എന്താണ് ഈ പറയുന്ന പ്രചരണത്തിന്റെ അടിസ്ഥാനം? നേരത്തെ ഗുരുവായൂരിലൊരു RSS നേതാവ് പറഞ്ഞൊരു കാര്യം, ഒരു BJP നേതാവ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഏകദേശം അതിന് സമാനമല്ലേ ഇവിടെ പറഞ്ഞ കാര്യം? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ സുന്ദരസ്വാമി ആയിരുന്നില്ലേ ഇവിടെ കുറെ കാലം MLA ആയിട്ടുണ്ടായിരുന്നു? ആ സുന്ദരസ്വാമിയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഇതെല്ലാം നമ്മുടെ നാടിന്റെ ചരിത്രമല്ലേ? നൗഷാദായിരുന്നില്ലേ? ഞങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ അദ്ദേഹം? ഇപ്പൊ ഈ ജില്ലയിലെ നേതാവല്ലേ അദ്ദേഹം? ഏത് തരത്തിലാണ് പാലക്കാട് സ്വീകരിച്ചത്? അപ്പോ തെറ്റായൊരു പ്രചരണം മറ്റൊരു ആംഗിളിലൂടെ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ആരോപണം അതിന്റെ വഴിക്കങ്ങ് പോകും. ഞങ്ങൾ നല്ല നിലക്ക് ജയിച്ചു വരികയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്.